അതോറിറ്റി കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറാം. ഓക്കെ, ഈ തലയിൽ തൊപ്പിയിടാത്ത ഭാഗത്തൊക്കെ മാത്രമേ ഇന്ന് പോവുള്ളൂ കേട്ടോ. ഈ യങ്സ്റ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഈ കൂട്ടത്തിൽ ഒരുപാട് ഞാൻ വല്ലതും പറയാനുണ്ടോ? ഞാൻ ഒരു നേരത്തെ ആഹാരമായിട്ട് അത് കഴിച്ചുകൊണ്ടിരുന്ന, കാരണം എനിക്ക് വേറെ കാശില്ല. കാരണം എന്നെ പോലെ ഒരാൾ ആ ചർച്ചിലിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഈഗോ കൊണ്ടോ അവന്റെ മാനസികാവസ്ഥ കൊണ്ടോ ഞാൻ വിശന്നിരിക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടില്ല അന്നാരോടും ഞാൻ വിശന്നിരിക്കുകയാണെന്ന്. ആരോടെങ്കിലും പറയാൻ പറ്റാത്തതായിട്ട് അവൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരു നേരത്തെ നല്ല ഫുഡ് കഴിച്ചിട്ട് പോട്ടെ. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതെന്റെ മനസ്സിൽ. അങ്ങനെ ഒരു എനിക്ക് ഒരു പ്രത്യേക അനുഭവമുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള സാധനമല്ല, പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. ജീവിതത്തിലൊരു വലിയ എന്നുവെച്ചാൽ ഞാൻ ജീവിതത്തിൽ അഡ്രസ് ചെയ്ത ഏറ്റവും വലിയ ക്രൗഡ് 30,000-ഓളം വരുന്ന ഒരു ക്രൗഡിനെയാണ് ഞാനൊരു 15-20 മിനിറ്റ് സംസാരിച്ചത്. എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ എന്ന് പോലും എനിക്കറിയാൻ വയ്യാതെ ഞാൻ പറഞ്ഞു. ജോമോന്റെ സുവിശേഷങ്ങളുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ഹാർട്ട് ടോക്കിന്റെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇമോഷൻസ് ബിഹൈൻഡ് ഫീലിങ്സ്. ജോമോൻ, നമ്മൾ ഒരു ലൈഫിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ഒരു സംസാരത്തിൽ നമ്മൾ കടന്നുപോയത്. ആ ഒരു ഞാൻ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ. കാരണം പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈ ഇൻവെസ്റ്റ്മെന്റുകളാണ് പിന്നെ ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ അടുത്ത ലെവലിലേക്ക്. അപ്പം ജോമോൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോഴത്തെ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴും ലെവലൊന്നും ആയിട്ടില്ല. അല്ല, ഏത് ലെവലാണെങ്കിലും എല്ലാത്തിനും ഒരു ലെവലുണ്ട്. ആ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, സ്ഥാനം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിൽ പോലും ആസ് ജോമോൻ, ഓക്കെ, ഷെഫ് ജോമോൻ എന്നുള്ള ഈ നമ്മൾ ലോകം മുഴുവൻ പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ ഈ BBC-യുടെ ഒക്കെ ഒരു മുഖ്യധാരയിലേക്ക് വന്ന ജോമോൻ ആയിരിക്കുമ്പോഴും, പണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ ഫാമിൽ നിന്ന് കോഴി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്ത കഥകളൊക്കെ പറഞ്ഞു. ആ കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും ഏറ്റവും ആകർഷിച്ചിട്ടുള്ളൊരു വിഭവം ഒരുപക്ഷെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ കഴിച്ചതാവാം, മറ്റാരുടെയെങ്കിലും വീടുകളിൽ നിന്ന് കഴിച്ചതാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ഓർമ്മ? ഞാൻ ഫുഡ് ഇൻഫ്ലുവൻസ്ഡ് ആയാണ് ഷെഫാകാൻ തന്നെ പോയത്. അപ്പൊ എന്നെ ഏറ്റവും ആകർഷിച്ച വിഭവം എന്ന് പറഞ്ഞാൽ അമ്മ നല്ലപോലെ ഫുഡ് കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം പഠിക്കാൻ രാവിലെ 4 മണി 5 മണി സമയത്ത് എണീക്കുമ്പോൾ അടുക്കളയിൽ പോയി മീൻകറി വെച്ചിനകത്ത് മീൻകറി എടുത്ത് തിന്നുക, മീനെടുത്ത് തിന്നുക. തണുത്ത മീൻ എന്നാലും ചട്ടിക്കകത്തിരിക്കുന്നത് ലൈറ്റ് ഇടാതെ. അപ്പോ എനിക്ക് അടി കിട്ടിയ ഒരു സംഭവം ഞാൻ പറഞ്ഞു. ഓരോ ദിവസം അന്ന് വൈകിട്ട് ആരോ ഫുഡ് കഴിക്കാൻ വരുന്നു. അമ്മയുടെ ഫ്രണ്ട് ആരാണ്ട് ഫാമിലി ആയിട്ട് വരുക. അപ്പൊ എന്തോ നെയ്മീനോ തുണ്ടമീനോ ഏതാണ്ട് മേടിച്ച് കറി തലേന്നേ വെച്ച് ചട്ടിക്കകത്തിരിക്കുകയാണ്. രാവിലെ ഞാൻ പഠിക്കാൻ വേണ്ടിയപ്പം ഈ മണം സഹിക്കാൻ വയ്യാതെ പല്ലൊക്കെ തിരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ മീൻ കഷ്ണം എടുത്ത് തിന്നാ. അപ്പൊ ഇരുട്ടത്തുനിന്നാണ് ഇത് പൊക്കി കൈ കൊണ്ട് എടുത്ത് തിന്നുന്നത്. രാവിലെ അമ്മ വന്ന് ലൈറ്റ് ഇട്ടപ്പോ അതിനകത്താകെ 1-2 കഷ്ണം എന്നെ പൊതിരെ തല്ലി. ആ മീൻ വെച്ചിരിക്കുന്ന മീൻകറിയാ. എന്നെ പൊതിരെ തല്ലി. രാവിലെ 8 മണി സ്കൂളിൽ പോകുന്ന മുമ്പത്തെ സമയമാണ്. ഞാൻ ആലോചിച്ച് എന്തിനാ തല്ലി. പക്ഷെ സത്യം പറഞ്ഞാല് അമ്മ വെച്ചിരുന്ന മീൻകറിയുടെ കഷ്ണം ഞാൻ എടുത്താ. അവിടെ ഒരു തട്ടുകടയുണ്ട്, ഷായണ്ണൻ എന്ന് പറഞ്ഞിട്ട്. നല്ല അന്നേരം ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ തരും. ഞാൻ പോകുമ്പോൾ എനിക്ക് ഇച്ചിരി പൊരിയും കൂടെ തരും. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ആസാദ് ഹോട്ടലുണ്ട്. അവിടുത്തെ ബീഫ് മാവലിക്കരല്ല, മാവലിക്കരാണ്. ബീഫ് ബിരിയാണി ഭയങ്കര അടിപൊളിയാ. ഈ ബീഫ് ബിരിയാണി ഞാൻ പലയിടത്തും കഴിക്കാൻ ലണ്ടനിൽ പോകുമായിരുന്നു. അപ്പൊ 1-2 കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കിട്ടും, കിട്ടും. അത് വാരിയലിന്റെ ബിരിയാണിയാണ്. ഞാനും ഇപ്പൊ അതന്നെ കൊടുക്കുന്നത്. ഇത് സെറ്റാക്കാൻ കുറെ എന്റെ പുറകിന് അറിയുന്നില്ല. ഈ കറക്റ്റ് പ്രൊഡക്റ്റ് തപ്പിയെടുത്ത് അതിന്റെ കൈമറേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ ബിരിയാണിയുടെ ഓർമ്മ എന്റെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതാണ് ഉണ്ടാക്കി തന്നിരുന്ന തീയലും ചമ്മന്തിയും മീൻകറിയും അച്ചപ്പം കൽകടക്കം കുഴകളിപ്പോ ഇതൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കി വരുന്ന സമയങ്ങളിൽ ഒരു സാധനം വെളിയിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കുന്നില്ല. വൈകിട്ട് എന്തെങ്കിലും വേണം, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ഇലയുടെ ആണെങ്കിലും കൊഴുക്കട്ട ആണെങ്കിലും കുമ്പളപ്പം ആണെങ്കിലും വീട്ടിലെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആർത്തിയും കൊതിയും തീരാത്തതുകൊണ്ട് നമ്മൾ പിന്നെയും വെളിയിൽ പോയി പൊട്ട പപ്സും ഡ്രിങ്ക്സും കഴിക്കും. അപ്പം ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നത് എന്നുള്ളതല്ല, എവറിഥിങ്. ഈറ്റബിൾ ആയിട്ടുള്ള എന്തും കഴിക്കാൻ. ഈ നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ഉറക്കത്തിലും ചില ഈ നമ്മുടെ
കടുവ മാഷ് പറഞ്ഞ പോലെ ഈ ഭൂലോകത്തിന്റെ കണക്കിന്റെ സ്പന്ദനം പക്ഷെ അങ്ങനെ ചോദിച്ചാൽ സ്പന്ദനം മുഴുവൻ ഐ പ്രിഫർ കണക്കിലാണെന്ന് സീ ഫുഡ്. കാരണം ഫ്രഷ് സീ ഫുഡ് കിട്ടിയാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മീൻ ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും. പിന്നെ ഇത് ഈസിയാണ്. ഇപ്പൊ ചിക്കൻ കുക്ക് ചെയ്യുന്ന അത്രയും സമയം ഫിഷ് കുക്ക് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ചെയ്യാൻ അത്രയും ഫിഷ് വറക്കുന്നതിന് വേണ്ട. അപ്പം ഇച്ചോടെ ഞാൻ ഫിഷ് പ്രിഫർ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എനിക്കും പേഴ്സണലി ഫിഷ് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഈ കടുവ മാഷിന്റെ കാര്യം പറഞ്ഞു വന്നത് ഈ കണക്ക് അത്രത്തോളം പഠിച്ചു വെക്കണം എന്ന് പറയാം. അപ്പൊ ഈ പഠിച്ചു വെക്കുന്ന കണക്കാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പോലെ മനസ്സിനുള്ളിൽ ഏത് ഉറക്കത്തിലും വിളിച്ചു ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു ഡിഷ് എന്തായിരിക്കും ഉണ്ടാക്കാനാണോ? ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്റെ ഡിഷ് ഉണ്ടാക്കുന്ന ഇപ്പം വീട്ടിലാണെങ്കിൽ അന്നേരത്തെ മൂഡും അന്നേരത്തെ കൺവീനിയൻസും ആണ്. പിന്നെ ഒരാൾ വീട്ടിലാണെങ്കിൽ എന്നുള്ള എന്റെ അടുത്ത ചോദ്യം. പിന്നെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാല് എന്റെ വീട്ടില് എന്റെ ഗാർഡന്റെ ഷെഡ് കൺവേർട്ട്, അതായത് വൈഫ് കുറെ നാൾ എന്റെ പുറകെ നടന്ന് നമുക്ക് വീടൊന്ന് റെനോവേറ്റ് ചെയ്യണം, വീട് വേണ്ടി വന്നു വന്നിട്ട് ഓക്കെ ഞാൻ സമ്മതിച്ചു വീട് റെനോവേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്ത് എന്റെ ഗാർഡന്റെ കിച്ചൺ കൺവേർട്ട് ചെയ്ത്, അതായത് ഗാർഡൻ ഷെഡ് കൺവേർട്ട് ചെയ്തൊരു കിച്ചൺ ഉണ്ടാക്കാനായിട്ടാണ്. ഞാനൊരു സ്വന്തം തന്തൂർ വരെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു ഷെഫ് എന്താ കാറ്ററിംഗ് തുടങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞു ഷെഫ് ജോമോന്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ, അഹങ്കാരം കൊണ്ട് പറഞ്ഞല്ല, എന്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷനോടെ ആയിരിക്കാം വരുന്നത്, ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ അവിടെ വരുന്നവർക്ക് അവർക്ക് പ്രതീക്ഷയ്ക്ക് മേലെ നല്ല ഫുഡ് കൊടുത്തു വിടണം. ഒരു കബാബ് ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നാൽ കിട്ടത്തില്ല. ഒരു തന്തൂരി കബാബോ ബട്ടർ നാനോ അല്ലെങ്കിൽ ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ തന്തൂരിൽ ഗ്രിൽ ചെയ്ത ഫിഷോ, ഇതൊന്നും ഒരു മനുഷ്യൻ നോർമലി കിട്ടാത്തതാണ്. ഇപ്പൊ പണി എത്ര അറിയാമെന്ന് പറഞ്ഞാലും അവർ വീട്ടിൽ തന്തൂർ വെക്കണമെന്നില്ല. അപ്പൊ എന്റെ വീട്ടിൽ വരുന്നവർക്ക് ഐ വോണ്ട് ടു ഗിവ് ദം ദി ബെസ്റ്റ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓഫുള്ള ദിവസവും ആ വീടിന്റെ അഡ്രസ്സും കൂടെ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. വൈഫ് ഇപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക, ഇന്ന് ഹൂവർ ചെയ്യണം. അവർക്ക് ഞാൻ ജോമോനാണ്, അല്ലാതെ അവർക്ക് ഷെഫ് ജോമോനല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ മീൻ മേടിക്കാൻ പോകണം, മീൻ കട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. അതെ, അവർക്ക് പിള്ളേരുടെ കാര്യങ്ങളുണ്ടാവും, പിള്ളേരെ അല്ലെങ്കിൽ ജി പി കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് ജി പി പോകണം. ഒരു 100 കൂട്ടം ആവശ്യങ്ങൾ അവിടെയാണ്. പക്ഷെ വീട്ടിലെ പുള്ളിക്കാരി അത്യാവശ്യം നല്ലപോലെ ഫുഡ് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ചെന്നാലും ഇച്ചിരി സാമ്പാറും തോരനും മീനും ഒക്കെ കൂട്ടി വീട്ടിൽ ചോറുണ്ണാൻ ഇഷ്ടപ്പെടുന്ന. അപ്പൊ എന്റെ അടുത്ത ചോദ്യം കവർ ചെയ്തല്ലേ. ഞാൻ ഇവിടെ റെസ്റ്റോറന്റിൽ മാത്രമാണോ ഷെഫ് ജോമോൻ, അല്ല വീട്ടിലും ആ ഒരു കൈപ്പുണ്യം? ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഡെഫിനറ്റ്ലി. പിന്നെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ വൈഫ് ചിലപ്പോൾ പറയും ആ മീൻകറി ഒന്നും ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ. പിന്നെ ഞാൻ ഉടായ്പ് കളിയാണ് വീട്ടിലെല്ലാം. ഇപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കത്തില്ല, മന്തി ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്ന പോലെ ബിരിയാണിയും പുലാവും ചിക്കനും മന്തി അല്ലാത്ത സാധനം ചിലപ്പോൾ ഉണ്ടാക്കും. അതിനകത്ത് ആ ചിക്കൻ മാത്രമേ കാണത്തുള്ളൂ, ഒരു മസാലയും കാണത്തില്ല. ചിലപ്പം ഇച്ചിരി സാധനങ്ങളൊക്കെ നട്ടുള്ള തരണ്ട, ചിലപ്പോൾ പുതിന, ഇച്ചിരി ചില്ലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ അവിടുന്ന് 2 ഇല പറിച്ചോണ്ട് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഫ്ലേവർ ഉണ്ടാവും. നല്ല റൈസ് ആയിരിക്കും. ഇതിന് കൂട്ടുകൾക്കുള്ള ഈ മസാല ചേരുവകൾക്ക് അതിന് അളവ് വെച്ചാണോ ഇടുന്നത്? ഞാൻ അങ്ങനെ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് അതങ്ങ് തോന്നിച്ചിടുന്നതാണ്. അല്ലാതെ ഇത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത്ര അളവ്, അത് അങ്ങ് കൈ കൊണ്ട് ഇടുന്നതാണ്. അല്ലാതെ ആ മനസ്സിൽ നിന്നും കൈയൊന്നും വരുന്ന ആ ഒരു ദൈവം അങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഞാനിപ്പം ചർച്ചിൽ ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ലണ്ടൻ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പണ്ട് കാശൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ആ ചർച്ചിൽ പോയായിരുന്നു. അപ്പൊ ഇപ്പോഴും ആ ചർച്ചിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അന്ന് ഒരു സ്കൂളിലാണ് വർഷിപ്പ് നടക്കുന്നത്. അപ്പൊ രാവിലെ ചെന്നിട്ട് ഈ സ്കൂള് വർഷിപ്പ് ഹോളാക്കി മാറ്റണം. ചെയറൊക്കെ എടുത്തുകൊണ്ട് ഇട്ടിട്ട് നമ്മളൊരു ഹോളാക്കി മാറ്റണം. തിരിച്ചിതെല്ലാം തിരിച്ചും കൊണ്ടുവെക്കണം. അപ്പൊ അവര് കുറെ സാധനങ്ങൾ തരും. ബ്രിയോഷ് റോള്, ലിഡിലിൽ നിന്ന് മേടിക്കുന്ന ബ്രിയോഷ് റോള്, കപ്പ് കേക്ക്, സ്വീറ്റ് ബ്രെഡ്സ്, അങ്ങനെ കുറെ കോക്കോള, പെപ്സി. ഞാൻ ഒരു നേരത്തെ ആഹാരമായിട്ട് അത് കഴിച്ചുകൊണ്ടിരുന്ന, കാരണം എനിക്ക് വേറെ കാശില്ല. അപ്പൊ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ പള്ളിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വയറിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് വേറെ കാശില്ല കഴിക്കാൻ. അപ്പൊ ഇപ്പം ചർച്ചിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് സഹോദരങ്ങളുണ്ട്, അവരുടെ കൂടി ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും. അപ്പം എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനും എൻ്റെ മുൻകൈ എടുത്ത് അവരുടെ കൂടെ കൂടാറുണ്ട്. കാരണം എന്നെ പോലെ ഒരാളാ ചർച്ചിൽ ഇരിപ്പുണ്ടെങ്കിൽ അവന്റെ ഈഗോ കൊണ്ടോ അവന്റെ മാനസികാവസ്ഥ കൊണ്ടോ ഞാൻ വിശന്നിരിക്കുവാണ്, ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് ആരോടും ഞാൻ വിശന്നിരിക്കുകയാണെന്ന്, ആരോടെങ്കിലും പറയാൻ പറ്റാത്തതായിട്ട് അവൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരു നേരത്തെ നല്ല ഫുഡ് കഴിച്ചിട്ട് പോട്ടെ, ഞാൻ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അവിടെ ചിലപ്പോൾ 400 പേർക്കായിരിക്കും ഫുഡ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ കണക്ക് തന്നെയാണ്. അല്പം സ്നേഹവും കൂടെ ചേർത്ത് അല്ലാതെ നടക്കത്തില്ല. ഈ ഹോട്ടലിൽ പറഞ്ഞ പോലെ തന്നെ മസാലച്ചേരുവകൾക്കൊപ്പം അല്പം മുഹബത്തും നടക്കത്തില്ല. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് വീട്ടിലും നമ്മുടെ വീട്ടിലുള്ളവരും കുക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പൊ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. ഈ ഒരു ഇത്രയും അധികം ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്ന ജോമോന് ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? It's quite hard to say.
ഞാൻ എന്തും കഴിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. പൊതുവെ നോൺ വെജ് ആണ് താല്പര്യം. ഉം. ഇപ്പൊ ഞാൻ താഴെ കിച്ചണിൽ ചെന്നാൽ അവർ എനിക്ക് ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരും. ഉം. അത്യാവശ്യം ഇച്ചിരി മുട്ടയും ചിക്കനും എല്ലാം ഇട്ട് ഇഷ്ടമാണ് ഷെഫാണ് പുള്ളി. സ്ഥിരം എനിക്ക് ഞാൻ റോബിൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും എന്നെക്കാട്ട് പ്രായം കുറവാണെന്ന് തോന്നുന്നു. ഞാൻ എല്ലാവരെയും ചേട്ടാ ചേട്ടാ എന്നാ വിളിക്കുന്നത്. അവിടെ എല്ലാം റോബിൻ ചേട്ടാ ഇച്ചിരി ഫ്രൈഡ് റൈസ് അപ്പം എനിക്ക് പക്ഷെ പ്രായമുള്ളതുകൊണ്ട് നിങ്ങൾ കണ്ട ചെറുപ്പമാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല പ്രായമുള്ള അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്. കാരണം ഞാൻ എന്ത് വെച്ചു ഇപ്പൊ ഓഫുള്ള ദിവസം വാഗാമ്മയെ പോയി ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. അല്ലെങ്കിൽ ഒരു ചൈനീസ് ടേക്ക് അവേന്ന് ഫുഡ് മേടിച്ച് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഈ ടിഫിൻ ബോക്സിലെ ഭക്ഷണത്തിനപ്പുറത്തേക്ക് ടിഫിൻ ബോക്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ഇല്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാനങ്ങനെ പുറത്തു പോകാൻ താല്പര്യപ്പെടുന്ന ഒരു ഞാനിപ്പം ഓഫുള്ള ദിവസം വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണം ഉണ്ടെങ്കിൽ 3 നേരം വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അങ്ങനെ ഫേവറേറ്റ് പ്ലേസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. പുതിയ റെസ്റ്റോറൻറ്റിൽ വന്നാൽ അവിടെ ഫുഡ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ക്യൂസീൻസ് ട്രൈ ചെയ്യുക. അതിപ്പോൾ തായ് ആണെങ്കിലും ജാപ്പനീസ് ആണെങ്കിലും മെക്സിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വേൾഡ് ബുഫേ ആണെങ്കിലും ഐ വോണ്ട് ട്രൈ ഡിഫറെന്റ് തിങ്സ്. അപ്പം അത് എന്തൊക്കെയാണ് അവിടുത്തെ ഫ്ലേവർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കാം. എൻ്റെ വീട്ടുകാരും പിള്ളേരും എല്ലാവരും അങ്ങനെ വെളിയിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെയൊക്കെ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല മനസ്സുകൊണ്ടും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നതിലുപരി പിന്നെ ഒട്ടുമിക്ക ഇപ്പൊ എല്ലാ റെസ്റ്റോറൻറ്റിലും ചെല്ലുമ്പോൾ ഒരു വാം വെൽക്കം കിട്ടാറുണ്ട്. അത് മാക്സിമം എൻജോയ് ചെയ്യുന്നു. ഇവിടെയൊക്കെ പൈസ വാങ്ങിക്കാറുണ്ട്. ഞാൻ എന്നോട് ചിലരൊക്കെ പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെ നിർബന്ധിച്ച് പറയും, ചേട്ടാ ഞാൻ അങ്ങനെ വലിയ കാശുകാരനൊന്നുമല്ല, പൈസ ഞാൻ തരും, പക്ഷെ ഒരു നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തന്നു. പക്ഷെ ഞാൻ പൈസ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, ശ്രമിക്കാറുണ്ടെന്നല്ല, ഞാൻ കൊടുത്തിട്ടേ പോകാറുള്ളൂ. കാരണം ഞാനൊരു തമാശയായിട്ട് ചോദിച്ചു, അല്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ജോമോൻ എന്ന് പറയുന്ന ഒരാള് ഒരു റെസ്റ്റോറന്റിലേക്ക് വാക്ക് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ജോമോൻ നിൽക്കുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഒരു പ്രിവിലേജ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് എന്നെ കൺസൾട്ടൻസിക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് അവരുടെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടത് പറയാം. അതിന് ഞാൻ ചിലപ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചാർജ് ചെയ്യും, അതുപോലെ. പക്ഷെ എന്റെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ 2 ആനും ചെയ്യാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്. ചിലർ നിർബന്ധിച്ച് മേടിക്കാത്ത, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും ഷെഫ് വേണ്ട എന്ന് പറയുന്നിടത്ത് 1-2 മാത്രമേ ഉള്ളൂ ഞാൻ കൊടുക്കാതെ വന്നിട്ടുള്ളത്. പക്ഷെ എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലളിത് പോലൊരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ, ഞാനിപ്പോൾ ചേട്ടായിക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാൻ നാളെ അവിടെ വന്ന് ഫുഡ് കഴിച്ചു, ചേട്ടായി എൻ്റെ നിന്ന് പൈസ മേടിച്ചില്ല, നാളെ ചേട്ടായി ലളിതത്തിൽ വന്നാൽ എനിക്ക് ഒരു പക്ഷെ ആ പ്രിവിലേജ് കാണിക്കാൻ പറ്റില്ല. മനസ്സിലായി? ഈ ബിസിനസ് ആണ്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ആൻസർ കൊടുക്കണം. അല്ലെങ്കിൽ മാന്യമായിട്ട് ചേട്ടായി വന്ന് കഴിച്ചു, ആ ബില്ല് ഞാൻ പേ ചെയ്യുക, ചേട്ടായി പോവാം. ഇപ്പൊ ലളിതത്തിൽ വന്ന് അങ്ങനെ എല്ലാവരും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ അതായിരുന്നു എന്റെ ആദ്യത്തെ കൺസേൺ. ഞാൻ എവിടെ ചെന്നാലും ഫുഡ് പേ ചെയ്ത് കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ കേരളത്തിൽ വളർന്നു ചിലര് ഫ്രീ ആയിട്ട് ചില പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഷെഫിന്റെ കോംപ്ലിമെന്ററി ആണ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഞാനും അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണ്. നല്ല കാര്യം. ഞാനും അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതൊരു ജോമൻ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും അതിനുശേഷം ഗൾഫിലുണ്ടായിരുന്നു, ലണ്ടനിലെത്തിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം തിരിച്ച് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ച് വീണ്ടും ലണ്ടനിലെത്തി. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി പലതരം വൈബുകളിലൂടെ പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പാർട്ടി മോഡ് എന്താണെന്ന് നമുക്കറിയാം, ദുബായിലെ ഒരു പാർട്ടിയുടെ സ്റ്റൈൽ എന്താണെന്ന് നമുക്കറിയാം, നാട്ടിലെ കേരളത്തിലുള്ള സ്റ്റൈൽ അറിയാം. കേരളത്തിലധികം അറിയില്ല കേട്ടോ. കേരളത്തിലെ പാർട്ടി സ്റ്റൈലുകൾ ഓക്കെ. കേരളത്തിൽ ഒരുപാട് പാർട്ടികൾ നടന്ന ആളാണ്. പാർട്ടി എന്ന് ചോദിച്ചാൽ ഈ കൊടി പിടിക്കുന്ന പാർട്ടി അല്ല. അല്ല ഞാന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം തലതെറിച്ചു എന്ന് ഒരു ബോധ്യമുള്ള സമയത്ത് അപ്പൊ പായ്ക്കപ്പ് ചെയ്തു. പക്ഷെ എങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ദുബായ് ഇവിടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് റെസ്റ്റോറന്റ് വൈബ് ആയിരിക്കും ഇഷ്ടപ്പെടുക? ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലാണ്. ഓരോരുത്തർക്കും ഓരോ തരം ഫീലുകളാണ്. ഇപ്പം ഇവിടെ വന്നാൽ തന്നെ മലയാളി റെസ്റ്റോറന്റുകളുടെ വൈബ് അല്ല നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിന്റെ വൈബ്. ഇപ്പം സെൻട്രലിലെ റെസ്റ്റോറന്റുകളുടെ വൈബ് അല്ല ഇച്ചിരി ഔട്ട്സ്കേർട്സ് റെസ്റ്റോറൻസുകളുടെ വൈബ്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഞാൻ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻസിലും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്, ലോക്കൽ മലയാളി റെസ്റ്റോറൻറ്റുകളിലും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ചുമ്മാ ഈ കാണുന്ന വഴിവെക്കൽ കാണുന്ന സാധനങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ ഒരു ടർക്കിഷുകാരനുണ്ട്, ഒരു വണ്ടി കൊണ്ട് പോയി ഒരു സൈഡിൽ നിൽക്കും. ഞാൻ അവിടെ ചെല്ലും, എന്നെ ഹായ് മാൻ എന്ന് പറഞ്ഞ് അയാൾ വീട്ടിലെ മനുഷ്യനെ പോലെ അങ്ങനെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഓർഡർ പോലും പറയത്തില്ല. അറിയാം. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും, ഒരു എക്സ്ട്രാ ലാർജ് മിക്സ് കബാബ്, എനിക്ക് തോത്തില റൊട്ടി വേണ്ട, ഈ റാപ്പിന്റെ ബ്രെഡ് അയാൾ ചൂടാക്കി തരും, സാലഡ് തരും, എക്സ്ട്രാ സ്പൈസി സോസ് തരും, ഡോണർ കുറച്ചേ ഇടത്തുള്ളതാണ്. കാരണം അത്രയ്ക്ക് അയാൾക്കറിയാം. ഞാൻ അങ്ങോട്ട് പോലും പറയണ്ട, ഞാൻ അങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഈ തലയിൽ തൊപ്പിയിടാത്ത ഭാഗത്തൊക്കെ മാത്രമേ ഇന്ന് പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും കൺസേൺ വേണം. ഷെഫ് ജോമോന്റെ കൂടെ നിങ്ങളുടെ കൂടുമ്പോൾ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ്, കിച്ചൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലൊരു സെലിബ്രിറ്റീസ് ഒക്കെ എപ്പോഴും വരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ആ, എന്നാലും നമുക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലെവലിലുള്ള ഒരു സർവീസൊക്കെയാണ് ഇതില്. ഈ ഇങ്ങനെ ഷെഫ് ജോമോൻ എങ്ങനെയാണ് നിങ്ങളുടെ കിട്ടുന്നത്? ഭയങ്കര ഞങ്ങളെയൊക്കെ കണ്ടവനം വഴക്ക് പറഞ്ഞ് ചീത്ത വിളിച്ച് ആകെ ആവശ്യത്തിന് വിളിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഓരോ ഡോസ് തന്നാൽ എല്ലാവരും നിന്നോളുന്ന. ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കും. അതായത് ഞാൻ മിക്കവാറും കാണുന്നത് ഷെഫ് പുറത്ത് ഒക്കെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ അപ്പോഴും ഈ ഷെഫ് ഇവിടെ ഇല്ലാത്തൊരു ഫീൽ ഇല്ലാതെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവര് തരുന്ന ഓർഡറാണല്ലോ ഞാൻ പോകുന്ന വിളി. നമുക്കൊരു കാര്യം അത് ഞാനെന്നല്ല ആര് പ്ലേറ്റ് ചെയ്താലും അത് അങ്ങനെ പോകാം. ഡിസ്പ്ലേ എല്ലാം ഇങ്ങനെ പോകും, എല്ലാം ഇങ്ങനെ തന്നെ പോവാം. അപ്പൊ ഇതേപോലെ പോകാൻ പാടുന്ന ഇൻസ്ട്രക്ഷൻ. എന്തിനാ വഴക്ക് പറയുന്നത്? അത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു ബെറ്റർ പ്രസന്റേഷൻ പോകാത്തോണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്ന ഒരു ബോധം ഉണ്ടാവും അല്ലേ? അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ പുറത്തു. നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ടീമില് നിങ്ങൾ ഷെഫ് ജോമോന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്. കാരണം ഇതൊരു വലിയ പ്രൊഫൈലാണ്, വലിയൊരു ഒരുപാട് എക്സ്പീരിയൻസ് വന്നിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ യങ്സ്റ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഈ കൂട്ടത്തിൽ ഒരുപാട് ഞാൻ വല്ലതും പറയാറുണ്ടോ? അവർക്ക് പിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അവന് യൂണിഫോം ഒന്നും കിട്ടിയില്ല, ലോണ്ടറിന്ന് വന്നില്ല. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ പൈസയല്ലോ നമുക്ക്. പക്ഷേ ഈ സെയിം ഏജിൽ നമുക്ക് 3-4 പിള്ളേരുണ്ട്. സ്റ്റുഡൻ്റാണ്, കല്ലറി മാനേജ്മെന്റാണ് പഠിക്കുന്നത്. അവനിപ്പം ഇന്നും ഞാൻ വൈകിട്ട് വന്നിട്ട് കഴിച്ചത് കഴിച്ച പൊറോട്ട, നല്ല ബെസ്റ്റ് പൊറോട്ട. അത് ഞാൻ അവന് 3 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞെന്താന്ന് അവനറിയാം അല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ടോ? 3 ആഴ്ച മുമ്പ് ഞാൻ അവനെ പറഞ്ഞത് ഈ പൊറോട്ട മേലെ ഇവിടെ ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞതുമാണ്. അതിന്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, പലപ്പോഴും പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചത് അവൻ്റെ പൊറോട്ട ഞാൻ വിശന്നിരിക്കുവാൻ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. ഇവരെ മാത്രമുള്ള പിന്നെ മനസ്സ് തിരിഞ്ഞിരിക്കുന്ന റോമൻ ചേട്ടൻ, ഇവരാണ് കറി ആയിരുന്നു. എന്നെക്കാട്ടി പ്രായമുണ്ട് അവർക്ക്, ഞാൻ അവരിൽ ചെറുതാണ്. ഇവരുടെ ബലത്തിലാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. പക്ഷെ ഞാൻ ഈടെയും പറഞ്ഞു, ദിസ് ഇസ് മൈ സെക്കൻഡ് ഫാമിലി. എനിക്ക് 2 ഫാമിലിയാണുള്ളത്. ഒന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഫാമിലി. കാരണം ബാക്കി 4 ദിവസം ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തതിൻ്റെ റോഡ്. അപ്പം ഇവർ തരുന്ന ഉറപ്പിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ഭാര്യ കൂടെ കെട്ടി കൂടെ കഴിയുന്ന ആണെങ്കിലും നമ്മൾ എന്ന് പറയുന്ന പോലെ ആ സ്വാതന്ത്ര്യം എനിക്ക് ഇവരെടുക്കലുണ്ട്. ഞാൻ കണ്ണുപൊട്ടി തരും പറയാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതാ ഞാൻ അനാസ് പറഞ്ഞ അതാ ഒന്നുകിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ടീം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. ഞാനും ഷെഫായിട്ട് വർക്ക് ചെയ്ത മനുഷ്യനാണ്, കിച്ചണിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ബിസി ആകുമ്പോൾ നമ്മളൊരല്പം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടും. അപ്പം നമ്മൾ 19 പീസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ 19 പീസും ആകാതിരിക്കാൻ വേണ്ടി അവരപ്പം സ്ട്രഗിൾ ചെയ്യും. ഞാനിവിടെ വേണമെങ്കിൽ കൊണ്ടിട്ടില്ലാന്ന് പറയാം, എനിക്കിത് ഉണ്ടാക്കി കഴിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വിഷമമൊന്നുമില്ലല്ലോ ഈ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വഴക്ക് കേൾക്കുന്നതിലും ആർക്കും ഒന്നും പരാതികളൊന്നുമില്ല. സന്തോഷം പറയാൻ ഇപ്പൊ പറയാം. ലാസ്റ്റ് ചാൻസ് ഒറ്റ പ്രാവശ്യം കൂടെ ഷെഫിനെതിരെ എന്തെങ്കിലും പറയാൻ ഇപ്പൊ പറയാം. ഒരു ചാൻസ് വന്നിട്ട് അതിന്റെ ശരി എന്നെ ഇനി ഷെഫ് ഇല്ലാത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു.